ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിന്റെ 46-ാമത്തെ ദിനം. കൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 46-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും അധിക ദൂരമില്ല നമ്മുടെ യാത്രകൾ അവസാനിക്കുവാൻ. ഇനിയുള്ളതായ യാത്രകൾ ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ യാത്രകളായി തീരട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ. കർത്താവിൻ്റെ പീഡാനുഭവത്തിന് തൊട്ടു മുൻപ് പറഞ്ഞ ചില ഉപമകൾ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൻ്റെ ഭൗതിക സാന്നിധ്യം തൻ്റെ ശിഷ്യന്മാർ അനുഭവിക്കാതിരുന്നതായ കാലഘട്ടം, ഉത്തരവാദിത്വ ബോധത്തോടെ തൻ്റെ ആത്മീയ സാന്നിധ്യം അനുഭവമാക്കുന്ന കാലഘട്ടങ്ങൾ ആയിരിക്കേണ്ടതുണ്ട്. താലന്തുകളുടെ ഉപമ അതാണ് നമ്മോട് സംസാരിക്കുന്നത്. തൻ്റെ ഭൗതിക അസാന്നിധ്യത്തിൽ തൻ്റെ പദ്ധതികൾ ഈ ലോകത്തിൽ നിറവേറ്റപ്പെടണമെന്ന് യജമാനൻ ആഗ്രഹിക്കുകയാണ്. തന്നോടൊപ്പമുള്ള തൻ്റെ ദാസന്മാർ അപ്രകാരം ചെയ്തു കൊള്ളുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെ തൻ്റെ സമ്പത്ത് ഏൽപ്പിക്കുന്നത്. 5 2 താലന്ത് ലഭിച്ചവർ യജമാനൻ തിരികെ വന്നപ്പോൾ അത് ഇരട്ടിയായി തിരികെ നൽകി. എന്നാൽ 1 ലഭിച്ചവൻ മടിയനായി ഒന്നും ചെയ്യാതെ അതുപോലെ തന്നെ തിരികെ നൽകി. തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചവരെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കർത്താവിനെ നമ്മുടെ ഭാഗമാക്കുവാൻ, കർത്താവ് ഏൽപ്പിക്കുന്നതായ ഉത്തരവാദിത്തങ്ങളെ വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യജമാനന്റെ മനസ്സറിഞ്ഞ് യജമാനന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് യജമാന സാന്നിധ്യത്തെ പ്രയോജനപ്പെടുത്തുന്നവർ. യജമാനന്റെ മടങ്ങി വരവിലെ സന്തോഷം അനുഭവിക്കുന്നത് യജമാനന്റെ പദ്ധതികൾ നടപ്പാക്കി യജമാനന് സന്തോഷം നൽകിയവർ മാത്രമാണ്. യജമാന ശിക്ഷണം തൻ്റെ അത്യന്തിക നന്മയ്ക്കാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോയതാണ് 1 താലന്ത് ലഭിച്ചവന്റെ പ്രശ്നം. മനോഭാവത്തിനാണ് ദൈവിക അംഗീകാരം ലഭിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല. വിശക്കുന്നവരും ദാഹിക്കുന്നവരും നഗ്നരായവരും പരദേശികളായവരും രോഗികൾ ആയിരുന്നവരും തടവിലായിരിക്കുന്നവരുമായ ചെറിയവരാണ് ആത്യന്തികമായി ഏൽപ്പിക്കപ്പെടുന്നതായ താലന്തുകൾ. അവരെ കണ്ടാൽ ഒഴിഞ്ഞു കളയുന്ന മനോഭാവമാണ് 1 താലന്ത് കുഴിച്ചിട്ടവൻ്റേത്. തൻ്റെ മുമ്പിൽ വരുന്ന അത്തരക്കാർ തൻ്റെ ഉത്തരവാദിത്വ പരിധിയിൽ വരുന്നവരല്ല എന്ന് കരുതുന്നതായ സമീപനം ന്യായവിധി വിളിച്ചു വരുത്തുന്നതാണ്. തൻ്റെ മുൻപിൽ വരുന്നതായ കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്യുന്നതായ അസീസിയിലെ ഫ്രാൻസിസ്, തൻ്റെ ഭവനത്തിലേക്ക് കയറി വരുന്ന കുഷ്ഠരോഗിയെ എഴുന്നേറ്റ് സ്വീകരിക്കുന്ന CF ആൻഡ്രൂസ്, നിരാലംബരായ ചെറിയവരെ പാദം ചുംബിച്ച് തങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നതായ കന്യാസ്ത്രീകളും 5 താലന്തിൻ്റെയും 2 താലന്തുകാരൻ്റെയും മനോഭാവം സ്വീകരിച്ചവരാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മെ പ്രേരിപ്പിക്കുന്നത് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നതായ ഗുരുവിൻ്റെ മനോഭാവം സ്വീകരിക്കുന്നതാണ്. ഉൾച്ചേരലിൽ ലഭിച്ച പ്രതിഫലത്തിന്റെ പ്രഖ്യാപനം മാത്രമാണ് ന്യായവിധിയിൽ ഉണ്ടാകുന്നത്. എളിയവരെ കരുതാത്ത ജീവിതങ്ങൾ കരച്ചിലിലും പല്ലുകടിയിലുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നോമ്പുകാലത്തിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിച്ച് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ ശിഷ്യരായി ജീവിക്കുന്നതിൻ്റെ ഭാഗ്യം ഞങ്ങൾക്കും നൽകണമേ. കണക്ക് കൂട്ടിയല്ല, സ്വാഭാവിക പ്രതികരണങ്ങളായി ഞങ്ങളുടെ സ്നേഹ ശുശ്രൂഷകൾ തീരുവാൻ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.